ചിന്തിക്ക്. ഇതൊക്കെ എത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ട് നേരം വെളുക്കണില്ലേ? അള്ളാഹ് ഹിദായത്ത് തരാൻ നിശ്ചയിച്ചിട്ടില്ല എന്ന് മാത്രം തീരുമാനിക്കുക. അല്ലെങ്കിൽ നന്നാകേണ്ട സമയമൊക്കെ എപ്പോഴോ കഴിയും. അത്ര ക്ലിയറാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ. അത് A to Z ക്ലിയറാണ്. ഓരൊറ്റ കുട്ടിക്ക് മനസ്സിലായി. ഇതിപ്പോ എനിക്ക് തോന്നുന്നത് ഇത് കേട്ടിട്ട് മുസ്ലിം ചിലപ്പോ ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നു. അത്ര ക്ലിയർ ആണിത്. നോക്കൂ, വിശുദ്ധ ഖുർആനിൽ ഒരു പറ്റ മൗലിയാക്കളുടെ കഥ പറയുന്നിടത്ത് 309 കൊല്ലം അള്ളാഹു ഒരു ഉറക്കിക്കെടുത്തി. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കി. 309 കൊല്ലം ഈ ഔലിയാക്കൾ അള്ള ഉറക്കിക്കെടുത്തി. മരിച്ചിട്ടില്ല. കണ്ണ് തുറന്നു വെച്ച അവസ്ഥയിലാണ് ഉറങ്ങണത്. കണ്ണ് കൂട്ടിയിട്ട് പോലുമില്ല. കണ്ണിങ്ങനെ തുറന്നു വെച്ചിട്ട് എന്നിട്ട് അള്ള പറയാ, റസൂലേ നിങ്ങളെങ്ങാനും അവരുടെ കിടത്തം കണ്ടിട്ട് നിങ്ങൾ പേടിച്ചു പോവുകയും. കണ്ണ് തുറന്ന വെച്ച അവസ്ഥയിലാണ് ഉറങ്ങണത്. കണ്ണ് പൂട്ടിയിട്ടില്ല. ഇത് അറിഞ്ഞിട്ടില്ല. പക്ഷേ അവർ ഉറങ്ങുകയാണ്. അങ്ങനെ 309 കൊല്ലം അള്ളാഹു അവർ ഉറക്കി. എന്നിട്ട് അവർ തട്ടിപ്പറിച്ച് എഴുന്നേറ്റു. എന്നിട്ട് ഈ വലിയകൾ, ഈ ഔലിയാക്കള്, കള്ളം പറയാത്ത ഔലിയാക്കള് പരസ്പരം പറയാ, എത്ര ഉറങ്ങി? അതിലൊരാൾ പറഞ്ഞു, ഒരു ദിവസത്തിന്റെ കുറച്ച് ഭാഗം, പാതി, അത്രയ്ക്കുള്ള ഏതാനും സമയം. 309 കൊല്ലം, 3 നൂറ്റാണ്ട് കഴിഞ്ഞു പോയത് അള്ളാന്റെ വലിയകൾ അറിഞ്ഞില്ല. ഉറങ്ങിക്കിടക്കുമ്പോ പിന്നല്ലേ മരിച്ചിട്ട്. മനുഷ്യ ചിന്തിക്ക്, ബുദ്ധി കൊടുത്താലോചിക്ക്. ആറ്റൂര് സ്കൂളുണ്ടല്ലോ, സ്കൂൾ പഠിച്ചിട്ടുണ്ടല്ലോ, മനുഷ്യന് ഭൗതികമായിട്ട് സാക്ഷരത നേടിയിട്ടുണ്ടല്ലോ. ആലോചിക്ക്, കോമൺ സെൻസ് ഉപയോഗിച്ച്. ഈ വലിയകളെ 309 കൊല്ലം മരിച്ചതല്ല, ഉറക്കിക്കിടത്തിയിട്ട് എഴുന്നേറ്റിട്ട് അവർ പരസ്പരം പറയാ, ഒരു മണിക്കൂറല്ലേ, ഒരു ദിവസത്തിന്റെ പാതി, ഏതാനും സമയം ഉറങ്ങിയിട്ടുള്ളൂ. എന്നിട്ടോ അവരുടെ കയ്യിൽ 309 കൊല്ലം മുമ്പുണ്ടായിരുന്ന നാണയം അത് കൊടുത്തിട്ട് ഒരാളോട് പറയാം, ബി കെയർഫുൾ, വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ പിന്നിൽ രാജാവുണ്ടാവും, അനുയായികളുണ്ടാവും. നമ്മൾ പോടി ഗുഹയിൽ അഭയം പ്രാപിച്ചാണ്, അവർ നമ്മുടെ തൊട്ട് പിന്നാലുണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് കടയിൽ പോയിട്ട് ഭക്ഷണം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നോക്കണം, അവർ കള്ളം പറഞ്ഞതാണോ? നാടകം അഭിനയിച്ചതാണോ? അറിഞ്ഞിട്ട് മറച്ചു വെച്ചതാണോ? അള്ളാന്റെ ഖുർആൻ കള്ളം പറയുന്ന ഗ്രന്ഥമാണോ? നാടകം അഭിനയിക്കുന്ന ഗ്രന്ഥമാണോ? മുനാഫിക്കുകളെ പറ്റി പ്രശംസിക്കുന്ന ഗ്രന്ഥമാണോ? ഒരിക്കലുമല്ല. എന്നിട്ട് ആ കടയിൽ ചെന്നിട്ട് ഈ നാണയം കൊടുത്തു കടക്കാരന്, ചില ഭക്ഷണം തരണം. കടക്കാരൻ അത്ഭുതപ്പെട്ടു. അയാൾ നോക്കുകയാണ് ഇവരുടെ മുഖത്തേക്ക്. എന്നിട്ട് ചോദിച്ചു, എവിടുന്നാ? കാലവും ലോകവും ഒന്നും മാറി അറിഞ്ഞില്ല, എവിടുന്നേ എണീറ്റ് വരുന്നത്? 309 കൊല്ലം കഴിഞ്ഞു മുമ്പിലാലേ, എവിടുന്നാ നിങ്ങൾ വരുന്നത്? ഇതേതാ നാണയം? അയാൾക്ക് പരിചയം തന്നെയല്ല. ഈ 309 കൊല്ലം കഴിഞ്ഞു പോയത് അള്ളാന്റെ ഔലിയാക്കൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ നാണയം കൊടുത്ത് നാണം കെടാൻ ഈ വലിയകൾ പോകുകയായിരുന്നോ? അത് ചിന്തിക്കാൻ നിങ്ങൾക്ക് SLC വേണ്ട, നിങ്ങൾക്ക് ഒന്നും വേണ്ട. പെട്ടിട്ട അവസ്ഥയിൽ ചിന്തിച്ചാൽ മനുഷ്യ ചിന്തിക്ക്. മുജാഹിദ് പ്രസ്ഥാനം എന്താ പറയുന്നത്? നിങ്ങൾ ശരിക്കും ആലോചിക്കുക. ആ ബിൽക്കൗപ്പറി കടയിൽ ചെന്നിട്ട് ആകെ ബേജാറായ 309 കൊല്ലം കഴിഞ്ഞു പോയതറിഞ്ഞ ഉറങ്ങിക്കിടന്നവര്. എന്നിട്ട് നിങ്ങൾ പറയുന്നത് ഇതുപോലത്തെ വലിയകൾ മരിച്ച A to Z അവരറിയും. ഞങ്ങൾ ആരെ കൂടെ നിൽക്കണം? അള്ളാന്റെ ഖുർആൻ നിങ്ങളെ വാദല്ല, റസൂലുള്ളാഹിന്റെ സുന്നത്തിൽ നിങ്ങൾ വാദല്ല. അതുകൊണ്ട് തന്നെ ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂലി ഇൻ കുൻതും തുഖ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ദാലിക ഖൈറുൻ വഅഹ്സനു തഅവീല. സ്നേഹത്തോടു കൂടി നിങ്ങളോട് പറയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്ക്. 4-ാം അധ്യായം സൂറത്ത് നിസാ 59-ാമത്തെ വചനം. മതപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ സമസ്തക്കാർ വരുന്ന മരിച്ചവർ കേൾക്കും, മുജാഹിദുകൾ വരുന്ന മരിച്ചവർ കേൾക്കില്ല. മരിച്ചവരോട് വിളിച്ച് തേടാൻ പാടില്ല. ഇനി കേട്ടു നിങ്ങൾ സങ്കല്പിച്ചാൽ പോലെ അവരോട് തേടാൻ പാടില്ല. മുജാഹിദ് പ്രസ്ഥാനം പറയും. ഞങ്ങൾക്കുള്ള തെളിവുകളാണ് ഞങ്ങൾ വിശദീകരിക്കുന്നത്. അല്ലാതെ ഒരു തന്നെ പ്രസംഗത്തിന്റെ അപ്പുറപ്പുറവും കെട്ട് ഒരക്ഷരോ ഒരു വാചകമോ ഒക്കെ കേൾപ്പിച്ച ആളുകളെ വഞ്ചിക്കല്ല. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം, ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല. ഞങ്ങളുടെ അപ്പുറം കേട്ടാൽ ഉപ്പുറം കേട്ടാൽ നിങ്ങൾ ഈ ആശയ അല്ലാതാവൂല. നേരെ മറിച്ച് ഞങ്ങളുടെ അപ്പുറം കേട്ടാൽ നിങ്ങൾ പറഞ്ഞതിന്റെ നേരെ ഏത് കാര്യം അങ്ങനെ ആളുകളെ വഞ്ചിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാൻ? ഇഹലോകവും പോയി, പരലോകവും പോയി. ഇഹലോകത്ത് കുറെ സുഖങ്ങൾ ഉണ്ടാവും, അതാണ് സുഖമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാ. അത് സുഖമല്ല, അതല്ല സുഖം. ആഖിറത്തിലെ സുഖമാണ് സുഖം. അവിടുത്തെ രക്ഷപ്പെടലാണ് രക്ഷ. അതുകൊണ്ട് തന്നെ ശരിക്കും മനസ്സിലാക്കി ഉൾക്കൊള്ളു. അല്ലാഹു ഇനി ഏറ്റവും അത്ഭുതം കേൾക്കണം നിങ്ങൾക്ക്. അത്ഭുതകരമായ ഒരു കാര്യം കേട്ടുള്ളൂ. ഖുർആൻ 2-ാം അധ്യായം 259-ാമത്തെ ആയത്തിൽ നിന്ന് വീട്ടിൽ ചെന്നിട്ട് എടുത്തു നോക്ക്. സാധാരണക്കാരോട് ഞാൻ പറയുന്നത് ആ വാചകത്ത് പറയുന്നതെന്തറിയോ? ഒരു മനുഷ്യൻ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്തൂടെ സുബൈക്ക് ഇങ്ങനെ പോവുക. അപ്പൊ ആ നാട് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കാഴ്ച കണ്ടിട്ട് അദ്ദേഹം പറയണം, പടച്ചോനെ ഈ മരിച്ചവരൊക്കെ നീ എങ്ങനെ ജീവിപ്പിക്കുക, ഈ നിർജീവ നാടിനെ നീ എങ്ങനെ സജീവാക്കുക എന്ന് ഈ നടന്നു പോകുന്ന മഹാസ്വാത്വികനായ മനുഷ്യൻ പ്രതിവചിച്ചു മനസ്സിലെ. ഉടനെ തന്നെ അള്ളാഹു എന്ത് ചെയ്യുമെന്നറിയോ? അദ്ദേഹത്തെ അങ്ങ് മരിപ്പിച്ചു കളഞ്ഞു. അള്ളാഹു അദ്ദേഹത്തെ മരിപ്പിച്ചു.
എന്നിട്ട് 100 കൊല്ലം കഴിഞ്ഞിട്ട് അടിവരട്ടോ ഖുർആനാ പറയുന്നത്, മുജാഹിദ് പ്രസ്ഥാനമാണ് പറയുന്നത്, അതിനൊരു ആധികാരികത ഉണ്ട്, നഞ്ഞമിഞ്ഞമല്ല. ഖുർആനിലെ 2-ാം അധ്യായം 259-ാമത്തെ വചനം A to Z നോട്ട് ചെയ്ത് പഠിക്കും. 100 കൊല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ മരിപ്പിച്ചു, അങ്ങനെ കിടത്തി. 100 കൊല്ലത്തിന് ശേഷം അല്ലാഹു അദ്ദേഹത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ചിന്തിക്കണം, ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് അല്ലാഹു അദ്ദേഹത്തോട് ചോദിക്കുകയാണ് എത്ര കാലം. അപ്പൊ അദ്ദേഹം പറയും, ഒരു ദിവസമല്ലേ, ഒരു ദിവസത്തിന്റെ പാതി. അങ്ങനെ അറിയുള്ളൂ, കൊല്ലം കടന്നു പോകുന്ന അറിയില്ല. നോക്കണം, ഒരു മഹാനായ വ്യക്തിത്വം. എന്നിട്ട് അദ്ദേഹത്തോട് അല്ലാഹു പറയാം, അത് നോക്ക്, നീ അന്ന് സഞ്ചരിച്ച കഴുത അതാ മരിച്ച് എല്ല് ദുർബലമായി മണ്ണോട് മണ്ണ് ചേർന്നിരിക്കുന്നു, 100 കൊല്ലം പിന്നിട്ടു. എന്നാൽ നീ അന്ന് ഉപയോഗിച്ച ഭക്ഷണം ഉണ്ടല്ലോ, അതിന് കേടുവരാതെ ഞാൻ സംരക്ഷിച്ചിട്ടുണ്ട് 100 കൊല്ലം. നോക്ക്, ഫ്രിഡ്ജിൽ വെച്ച പോലെ ഫ്രീസർ ചെയ്ത് സംരക്ഷിച്ചിരിക്കുന്നു, കണ്ടുകളാ. അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കാൻ. ഇവിടെ നിങ്ങൾ ആലോചിക്കണം, ഇത് ആരാ ഈ മഹാൻ? ഇത് വെറുമൊരു ആ മഹാൻ എന്ന ഹോജ അതല്ല. ഈ മഹാനാരാ? ഉസൈർ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഉസൈർ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തെ അല്ലാഹു മരിപ്പിച്ചു. 100 കൊല്ലത്തിന് ശേഷം അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് ആ 100 കൊല്ലത്തിനിടയിൽ ലോകത്ത് നടന്ന ഒന്നും ഒരു നബിക്ക് അറിയാൻ കഴിഞ്ഞില്ല. മുത്തു മുസൽമാനെ, ഇനി എന്താ നിന്നോട് പറയേണ്ടത്? നിനക്ക് വേണ്ടി ഹൃദയം പൊട്ടി മരിക്കണം. സഹോദര, നീ ഒന്ന് ആലോചിക്ക്, നീ ഒന്ന് രക്ഷപ്പെടാൻ, ശിർക്കിൽ നിന്ന്, നരകാഗ്നിയിൽ നിന്ന്, നിന്റെ ഉസ്താദ് നിന്നെ പിടിച്ചു വെച്ച കമ്പനി നരകത്തിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ. സഹോദര, ഒരു നബിയെ 100 കൊല്ലം മരിപ്പിച്ചിട്ട് ഉയർത്തെഴുന്നേൽപ്പിച്ച് പഠിപ്പിച്ചു കൊടുത്തു. മരിച്ചോര് കേൾക്കൂല, ഒരു നബിയിലൂടെ തെളിയിച്ചു. 350 കൊല്ലം ഔലിയാക്കളെ ഉറക്കിക്കിടത്തി, ഉറങ്ങിയാൽ തന്നെ മറിഞ്ഞ കാര്യം അറിയില്ല എന്ന് പഠിപ്പിച്ച ഗ്രന്ഥം നിങ്ങൾ വായിക്കാൻ ഞങ്ങളെ കുറ്റം. ഇനി ഇതിൽ കവിഞ്ഞ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിഷയം തന്നെ പടച്ചെ നമ്മൾ ശിക്ഷിക്കില്ല. ഇനി ഇതിൽ കവിഞ്ഞ് എന്ത് പറയാനാണ്? ഇതും മനസ്സിലാകുന്നില്ല നിങ്ങൾക്കെങ്കിൽ ഇനി ആര് വന്നാലാ നിങ്ങൾ നന്നാവുക? ചിന്തിക്ക്, എത്ര ക്ലിയറാണ് അള്ളാന്റെ ഖുർആനിൽ. അതാണ് പ്രമാണങ്ങളിലേക്ക് മടങ്ങൂ സമൂഹമേ എന്ന് ഈ ആറ്റൂര് വിഷയം തിരഞ്ഞെടുത്ത്. നിങ്ങൾക്ക് നേരം എടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇനിയും നേരം എടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്അഹാ. ഒരു നഫ്സിന് കഴിയാത്തല്ല കൽപ്പിക്കില്ല. എന്റെ മാക്സിമം ഞാൻ ഈ പറയുന്നത്. ഇതിന്റെ പേരിൽ ഒരു ലാഭവും ഇല്ല. 3 ദിവസമായി വീട്ടിൽ പോയി, മനസ്സിലായോ? നാളെ ഇന്ന് തിരുവനന്തപുരത്തേക്ക് തന്നെ തിരിച്ചു പോകണം. ഇന്നലെ വന്നതും അവിടുന്ന്. വേറൊരു നേട്ടവും ദുനിയാവിലില്ല. ആഖിറത്തെ പഠിച്ചിട്ട് ഈ പ്രസംഗത്തിന് ശേഷം സലാത്തിൽ ഈ സദസ്സിനോട് പിരിക്കുകയാണ് നിങ്ങൾക്ക് വിചാരിക്കായിരുന്നു. ചിക്കിളി കിട്ടാനാണ്, ഒന്നും കിട്ടണ്ട. ബസ്സിനൂലി വരെ വാങ്ങാറില്ല പലപ്പോഴും. ഇത് പറയുന്ന എന്തിനാണ്? ഇതാണ് സത്യമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാ. ഈ യാഥാർത്ഥ്യം നിങ്ങളോട് പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാ. നിങ്ങൾ നോക്ക്, ഏതെങ്കിലും ഒരു നബി റബ്ബേ അല്ലാഹുമ്മല്ലാതെ വേറൊരു രൂപത്തിൽ പ്രസംഗിച്ചായിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇനി ഇതിനേക്കാൾ രസകരമായ ഒരു പോയിന്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. ഞാനിവിടെ പ്രസംഗിക്കുന്നു എന്ത്? അള്ളാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ മാത്രം പറഞ്ഞുകൊണ്ട്, പ്രാർത്ഥന അള്ളാഹുവിനോട് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ സദസ്സിന് എന്താ ഉണ്ടാവുക? അള്ളാഹിനെ കുറിച്ചൊരു മതിപ്പുണ്ടാകുക, അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോണ്ടതിനെ കുറിച്ച് ഓർക്കുണ്ടാകുക, പടച്ചോനെ കൂടുതൽ ഭയപ്പെടേണ്ടതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ചിന്ത ഉണ്ടാകുക, പടച്ചോനോട് തന്നെയാണ് തേടേണ്ടത് നിങ്ങൾക്ക് ചിന്ത ഉണ്ടാകുക. ഇതേ സ്റ്റേജിൽ അലവിയാണ് പ്രസംഗിക്കുന്നെങ്കിലോ സക്കാഫി അള്ളാഹ് നിങ്ങൾ ഒഴിവാക്കുകയുള്ളൂ. പടച്ചോനായിട്ട് നിങ്ങൾക്ക് വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല. മറിച്ച് നിങ്ങൾ ദർഗനെ കുറിച്ചായിരിക്കും ചിന്തിക്കുക, അവിടുത്തെ ഔലിയനെ കുറിച്ചായിരിക്കും ചിന്തിക്കുക. അള്ളാഹുവിൽ നിന്ന് മനുഷ്യരെ അകറ്റുന്ന പണിയാണോ പ്രവാചകന്മാർ ചെയ്തത്? അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന പണിയാണോ ചെയ്തത്? അതിന് ഞാൻ ചില ആയത്ത് ഉദ്ധരിക്കാൻ കേട്ടോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ വിളിച്ചിട്ട് പറയാൻ, ഖുർആനിലെ 12-ാം അധ്യായം 108-ാമത്തെ വചനം, ഖുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി. ഖുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹ്. നോക്കൂ നബിയെ പറയുക, ഇതാകുന്നു എന്റെ മാർഗം. അദൂ ഇലല്ലാഹ്, ഞാൻ നിങ്ങൾ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു. സക്കാഫിമാരോ മൊയ്തീൻ ശൈഖിലേക്ക് ക്ഷണിക്കുന്നു, ദർഗകളിലേക്ക് ക്ഷണിക്കുന്നു, കാണാ കാഴ്ചകളിലൂടെ ക്ഷണിക്കുന്നു. ഇതിലേതാണ് ദീൻ? ലോകത്ത് മർക്കസ് സക്കാഫത്ത് സുന്നിയയിൽ നിന്ന് വരുന്ന മുഴുവൻ പണ്ഡിതന്മാരും അള്ളാഹുവിനെ പറ്റി പറയാനാണോ വരുന്നത്? അല്ല, അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ചാൽ കിട്ടുമെന്ന് പറയാനാണ്. മുസ്തഫൽ ഫൈസി മൊയ്തീമാല വ്യാഖ്യാനിച്ചു. അതിൽ അദ്ദേഹം പറഞ്ഞതെന്താ? ഏറ്റവും നല്ലത് എന്നൊരു ചാപ്റ്റർ ഉണ്ടെങ്കിൽ ഇപ്പോഴെടുത്ത് പരിശോധിക്കും നിങ്ങൾ. ഏറ്റവും നല്ലത് അതിന് പറയുന്നത് എന്താ? പ്രാർത്ഥിക്കുകയാണെങ്കിൽ മൊയ്തീൻ ശൈഖിനോട് പ്രാർത്ഥിക്കലാണ് ഏറ്റവും നല്ലത്. ഉത്തരം കിട്ടാൻ ഏറ്റവും പച്ച മലയാളത്തിൽ എഴുതി വെച്ചതാ. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിനെ നിറഞ്ഞ കണ്ണുകളോട് സ്വീകരിക്കുന്നവരെ, അള്ളാഹുവിന്റെ ശത്രുവായ ഇബ്ലീസിന് വേണ്ടി പേരവന്തുന്നവരാണ് ഈ പുരോഹിതന്മാർ. നിങ്ങൾ മനസ്സിലാക്കുക. എന്താ ഏറ്റവും നല്ലത് എന്നൊരു അധ്യായം കണ്ടപ്പോ, ഫസ്റ്റിൽ ഞാൻ കണ്ടപ്പോ ഞാൻ എന്താ വിചാരിച്ചറിയോ? ഏറ്റവും നല്ല അള്ളാഹിനോട് തേടൽ തന്നെയാണ് എന്നായിരിക്കും ഇയാളെ എഴുതുകയാണ്.
പക്ഷെ അതിന്റെ താഴെ എന്താണ്? അള്ളഹാനോട് തേടിയ ഉത്തരം കിട്ടുന്നുള്ള ഇനി യാതൊരു തെളിവുമില്ല. അപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പായി, ജീവിതത്തിൽ ഖുർആന് ഒരു 100 കിലോമീറ്റർ അപ്പുറത്തുനിന്നെങ്കിലും ഇയാൾ കണ്ടിട്ടില്ല എന്ന് ഉറപ്പായി. വിശുദ്ധ ഖുർആൻ ഒരു മുസ്ലിമാണെ കാണുമല്ലോ, ഇയാൾ കണ്ടിട്ടില്ല. കാരണം എന്താ? ആദം നബി അലൈഹിസ്സലാമിന്റെ ആദ്യ പ്രാർത്ഥന റബ്ബനാ വലന്നാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഖുർആനിലെ 7-ാം അധ്യായം 23-ാമത്തെ വചനം, റബ്ബി ഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. നൂഹ് നബിയുടെ പ്രാർത്ഥന 71-ാം അധ്യായം 28-ാമത്തെ വചനം, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവായിദ മിനൽ ബൈതി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ربنا وجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. അതുപോലെ റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എല്ലാ അമ്പിയാക്കളും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. മൂസാ നബി അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു, മൂസാ നബി ഉത്തരം നൽകുന്നു. അതുപോലെ സക്കരിയാ നബി അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹ് ഉത്തരം ചെയ്യുന്നു. യഹ്യാ നബി അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹ് ഉത്തരം ചെയ്യുന്നു. ഇബ്രാഹിം നബി അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹ് ഉത്തരം ചെയ്യുന്നു. 25 പ്രവാചകന്മാരിൽ ഏതൊക്കെ നബിമാരുടെ പ്രാർത്ഥന ഖുർആൻ എടുത്തുദ്ധരിച്ചുവോ അവരൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹ് അവർക്കൊക്കെ ഉത്തരവും ചെയ്യുന്നു. ഈ ചരിത്രം അറിയാത്തവനാണ് മുസ്തഫൽ ഫൈസി എന്ന് പറയുന്ന മനുഷ്യൻ. നിങ്ങൾ ചിന്തിക്കണം, ആലോചിക്കണം ശരിക്കും. അവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഖുർആനിലുടനീളം പ്രാർത്ഥന പടച്ച തമ്പുരാനോടാണ് എന്ന വസ്തുത മുജാഹിദ് പ്രസ്ഥാനം പറയും. ഇനിയൊരു പോയിന്റും കൂടെ നിങ്ങൾ ചിന്തിക്കണം. ഇപ്പോ മുജാഹിദുകൾ പിഴച്ചവരാണെന്നും സമസ്തക്കാരാണ് യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തെന്നും ഞങ്ങൾക്ക് നബിമാരുടെ പിന്തുണയുണ്ടെന്നും അവർ പറയും. ഈ പോയിന്റ് ഒരിക്കലും മറക്കരുത്. മുജാഹിദുകൾ സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്യണം. ഇതൊരു പോയിന്റാണ്. ഇത് നിങ്ങൾ ആലോചിച്ചപ്പോ ഞാനിവിടെ വന്നിട്ട് ഏകനായ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് ഉള്ള വിഷയമാണല്ലോ അവതരിപ്പിക്കുന്നത്. മുജാഹിദുകളുടെ എല്ലാ പണ്ഡിതന്മാരും അതാണ് അവതരിപ്പിക്കുന്നത്. എന്നാൽ മറുഭാഗത്തുള്ളവർ അല്ലല്ലാത്തവരോടും ദ്വേരക്കാം എന്നാണ് പ്രസംഗിക്കുന്നവരുടെ പ്രസംഗം മുഴുവനും അതിൽ അധിഷ്ഠിതമാണ്. ഏകനായ പടച്ചവനോട് മാത്രമേ ദ്വേരക്കാവൂ എന്ന് പ്രസംഗിക്കാൻ ഒരു സക്കാഫി വരൂലല്ലോ, ഒരു ഫൈസി വരൂലല്ലോ. നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ കേട്ടിട്ടുണ്ടോ അള്ളാഹിനോട് മാത്രം ദ്വേരക്കാൻ പാടുള്ളൂ എന്ന് പ്രസംഗിക്കുന്ന ഒരു സക്കാഫിനെ? ഇല്ലല്ലോ. അപ്പൊ അവർ വരുന്നത് എന്താ? അല്ലല്ലാത്തവരോട് ദ്വേരക്കാൻ. എന്റെ ചോദ്യം ഇതാണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് മുസ്ലിയാക്കന്മാർ മറുപടി പറയേണ്ടത്. എന്താ ചോദ്യം എന്ന് വെച്ചാൽ, ലോകത്ത് ഏതെങ്കിലും ഒരു നബി ഒരു നാട്ടിൽ വന്നിട്ട് അള്ളാഹിനോട് മാത്രം ദ്വേരക്കണമെന്ന് പ്രസംഗിച്ചിട്ട് അല്ല അള്ളാഹിന്റെ അമ്പിയാക്കളോടും ദ്വേരക്ക, അതാണ് സാക്ഷാൽ ദീൻ എന്ന് പ്രസംഗിച്ച ഒരു നബീന്റെ പേര്? ഒരു വല്ലാത്ത ചോദ്യമാണ്. അതായത് ഇവിടെ നമ്മളിപ്പോ അല്ലല്ലാത്തവർ ദ്വേരക്കാന്ന് പ്രസംഗിക്കുന്നവർ ആരെന്ന് വെച്ചാൽ കാന്തപുരം പേരോട് സക്കാഫിമാർ ഇങ്ങനെ എണ്ണി പറയും. ഇതുപോലെ എന്റെ ചോദ്യം, ഒരു നാട്ടിൽ അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നൊരു കൂട്ടർ പ്രസംഗിക്കുകയും എന്നിട്ട് ആ നാട്ടിൽ അള്ളാഹ് അയച്ച ഒരു നബി അല്ല അല്ലല്ലാത്ത അമ്പിയാക്കളോടും ഔലിയാക്കളോടും അള്ള കൊടുത്ത മൂജിദത്ത് കൊണ്ടും കറാമത്ത് കൊണ്ടും തേടാം എന്നൊരു നബി പ്രസംഗിക്കുകയും ആ പ്രസംഗം അള്ളാഹു കോട്ട് ചെയ്യുകയും ചെയ്ത ഒരൊറ്റ വാചകം ഖുർആനിൽ തെളിയിക്കും. ഇങ്ങനെയാണ് പോയിന്റ്. ഇതാണ് പോയിന്റ്. മനസ്സിലായി? നിങ്ങൾ ശരിക്കും നോട്ട് ചെയ്യും. അങ്ങനെ സാധ്യമല്ല. അപ്പൊ ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും നിങ്ങളെ മതം ഇസ്ലാം അല്ല എന്ന് തെളിഞ്ഞു. ഇനി ജനങ്ങൾ തീരുമാനിച്ചോട്ടെ ഏത് സ്വീകരിക്കണം. തീർന്നല്ലോ. നാളെ നിങ്ങൾ പ്രസംഗിക്കും, ജനങ്ങൾ തീരുമാനിക്കട്ടെ ഏത് മതം, ഏതാണ് മതം. എന്നെന്നും ജീവിക്കുന്ന, എല്ലാം നിയന്ത്രിക്കുന്ന, വായും വെള്ളവും നൽകിയ, നമ്മുടെ ഹൃദയത്തെ സ്പന്ദിക്കുന്ന, ഹൃദയത്തെ നിയന്ത്രിക്കുന്ന പടച്ചോനെ വിട്ടിട്ട് പടപ്പുകളെ സ്വീകരിക്കണോ വേണ്ടേ? ഇതാണ് പ്രധാനമായി ഇതിൽ നിങ്ങൾ ചിന്തിക്കേണ്ട പോയിന്റ്. ഇതോടൊപ്പം നമ്മൾ പലപ്പോഴും ചിന്തിക്കുക, ലോകത്ത് അത്ഭുതകരമായ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു. അതായത് മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേന്ന് എന്തുകൊണ്ടാണ് ബഷീറെ നീ വിളിക്കുന്നതെന്നൊരു സമസ്തക്കാരനോട് ചോദിച്ചു നോക്ക്. ബഷീർ പറയും, മൊയ്തീൻ ശൈഖ് അള്ളാഹിനെ ഏറ്റവും അടുത്ത ആളാണ്, മഹാനാണ്, വലിയാണ്, കറാമത്തുള്ള ആളാണ്, ഒരു കുഴപ്പമില്ല, തേടാം, വിശേഷങ്ങളുണ്ട് എന്നൊക്കെയല്ലേ പറയാ? ആണല്ലോ. നീ എന്താ മൊനമ്പത്ത് ബീവിനെ വിളിച്ചു ദ്വേരക്കണ് എന്ന് ചോദിച്ചു നോക്ക്. മൊനമ്പത്ത് ബീവി അള്ളാഹുലേക്ക് അടുത്ത ബീവിയാണ്, വലിയത്താണ്, ഒരുപാട് കറാമത്തുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇബ്രാഹിം നബിയോ? എന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കണേ? എന്നാ കേട്ടോളി. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മഹാനാണോ? ആണോ? ഖലീലുള്ളയാണ്. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീഹി ഇബ്രാഹിം. ഇബ്രാഹിമിൽ നിങ്ങൾക്ക് ഉത്തമ